സെർവറിലാണ് ഇത്രയും ഗ്യാങ് സ്ലോട്ട് ഉള്ളത്? വേറെ ഏത് സെർവറിലാണ് 30 ഗ്യാങ് സ്ലോട്ട് ഉള്ളത്? അത് പറഞ്ഞേ. ഇനിയും കൂട്ടാനാണോ പറയുന്നത്? നമ്മളിപ്പോ 30+ ഉണ്ട്, 30 വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരെ എവിടെ വരുന്നത്? ചേംബർ ആണെങ്കിൽ ഇവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ വരുന്നത്? ഇവിടെ ഒരു വണ്ടി ഉള്ളല്ലോ, ആരും ഇല്ലല്ലോ. അമ്മുനേഷൻ ഇവിടെ. ഓക്കെ, ടിജിയുടെ 4 വണ്ടികൾ ഇവിടെ ഉണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഊക്കർ, ഡൊമിനിക്, റാവ്മോൻ, അതേപോലെ തന്നെ ബ്രോക്കൺ, വിഴാം എന്നാണോ വിസാം എന്നാണോ പേര്? വിഴാം എന്നല്ല, എന്തോ അഖിൽ ജോഡ്, സേവിയർ, ജോഡക്സ് പി കെ, ജോസൂട്ടി, കൊച്ചുകുഞ്ഞ്, കൊമ്പൻ, ഡൊമിനിക്, ഊക്കർ, റോബ് ലൂച്ചി അല്ല ഗൂച്ചിയുടെ റോബ് ലുച്ചി, റാവു, ബ്രോക്കൻ, വിസാം അല്ലെങ്കിൽ വിഴാം. ഗ്യാങ് റോൾ മൈനസ് ഗോഡ് എതർ കൊടുക്കണം. എന്ത് പാശ. ഞാനൊന്നും പറയുന്നില്ല എന്നാ. സ്ലോട്ടെല്ലാം ഉണ്ട്, ബട്ട് PL പ്രോപ്പറായി ആർക്കും ഒരു വാർ കളിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് ഫിക്സ് ഇറ്റ്. എൻ്റെ പൊന്ന് കണ്ണാ, എത്ര കാലമായി കണ്ണാ സിറ്റിയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്? ഇന്നത്തെ നോക്കിയിട്ടാണ് നീ ഇത് പറയുന്നത്? ബ്രോക്കൺ പിന്നെയും TJയിൽ കയറിയോ? ബ്രോക്കൺ പിന്നെ എവിടെ ആയിരുന്നു? ഓക്കെ, MRC ആയിരുന്നോ? ഇറങ്ങി MRC ഇപ്പോ ആണോ? എന്ത് പറ്റി? ഓക്കെ, ഡയറക്റ്റ് TJ എല്ലാവരും ഈ ഒരു ഇതിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവർ നേരെ വന്നു അവരുടെ ആ ഒരു സ്വീറ്റ് സ്പോട്ടിലോട്ട് അവർ വണ്ടി ഇട്ട് കയറി. ഓക്കെ, ജോസൂട്ടി കയറുകയാണ്. ജോസൂട്ടിനെ ആരും സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ജോസൂട്ടിന് ആരും സ്പോട്ട്. ജോസൂട്ടിക്ക് നല്ലൊരു ടാഗ് വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ടർഫായിരിക്കും ഇത്. നമുക്ക് നോക്കാം ഇന്ന്. അറ്റാക്കിംഗ് TGA ആൻഡ് ഡിഫെൻഡിങ് KVA. TJയുടെ വക ഒരു അഗ്രസീവ് പുഷ് ടൈം ഒരുപാട് തന്നെ അവരുടെ കയ്യിൽ ബാക്കിയുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സോൺ ഷിഫ്റ്റ് ആയിട്ടാണ് TJ സോണിൻ്റെ അകത്ത് തന്നെ കയറിയത്. പക്ഷേ ഇപ്പോൾ ടർഫ് ഓർ തുടങ്ങി ഉടനെ തന്നെ അവർ സോണിൻ്റെ അകത്തോട്ട് എൻട്രി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു അഗ്രസീവ് പുഷ് TJ കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇന്നിവർ കളിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ഫുള്ളി എക്സിക്യൂട്ടഡ് ആയിട്ടാണ് TJ വന്നത്. യെസ്, കൊമ്പൻ ഇവിടുന്ന് മേലോട്ട് കയറാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, റോഡ് ലൂച്ചിക്ക് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ബുള്ളറ്റ് എത്തുന്നില്ല. റോബ് ജോസി മേലെ കയറുന്നു. ടാഗ് വരുന്നുണ്ട്. റോബ് ജോസി മേലെ കയറി. ജോസൂട്ടി തിരിച്ച് മേളിൽ കയറുന്നുണ്ട്. ജോസൂട്ടി സ്പോട്ടുകളിൽ തോന്നുന്നു. ജോസൂട്ടിക്ക് ടാഗ് വന്നു. ജോസൂട്ടി അവിടുന്ന് പതുക്കെ ബാക്കറി കളിക്കാൻ തോന്നുന്നു. നല്ലൊരു സ്പ്രേ TJ കൊമ്പന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. കൊമ്പന് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ജോസൂട്ടി ഇറങ്ങണേ. കളിക്കല്ലേ. ജോസൂട്ടി ചത്തേ. അടിച്ചു. അപ്പോൾ ജോസൂട്ടി മീഡിയമായിട്ടുണ്ട്. ഊക്കറിന്റെ വക നല്ല ഒരു അടിപൊളി തുടക്കമാണ് TJക്ക് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഊക്കറിന്റെ വക അവരുടെ ജോസൂട്ടി ലീഡറാണ് കോലറാണ് ഇപ്പൊ? ആണോ? ആ, അപ്പൊ അവരുടെ കോലീഡറായ ജോസൂട്ടിനെ അവിടെ ഊക്കർ KVAക്ക് വേണ്ടി തീർത്തു കൊടുത്തിട്ടുണ്ട്. അത് വളരെ വളരെ ദാരുണമായ ഒരു അന്ത്യമായി പോയി ജോസൂട്ടിയുടെ.
എല്ലാ പച്ചയിലോട്ടൊരു ചാട്ടാണ് എപ്പോഴും. അതെ, ഊക്കർ പണ്ടത്തെ കേവിയിലാണോ എന്നൊരു ഊക്കറിന്റെ തെറ്റിദ്ധാരണ വന്നു എന്ന് തോന്നുന്നു. പാവം ഊക്കർ എന്നും പച്ചയുടെ പോവാന്ന് പറയുന്നത് പോലെ ഇന്ന് ഊക്കർ പച്ചയുടെ പോയായിരുന്നു. പാവട അവനെ ഇന്ന് അറിയുമായിരുന്നു. ഇവിടെ പോട്ടെ, ഇവിടുന്ന് പോയി വേണേ. ഇപ്പൊ കോമഡി അടിക്കാൻ പോണോ? വേണ്ട, വേണ്ടല്ലേ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KVA 13 പേരും TGA 10 പേരുമാണ് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. KVAയിലെ 13ാമൻ അപരനായാണ് TGAയിൽ കളിക്കുന്നത്. തമാശക്ക് പറഞ്ഞാതെ 13 ഇല്ലേ, 12 ഉള്ളേ. അതിന് ഒരു ഫിഗർ ഓഫ് സ്പീച്ചില് കോമഡി പറഞ്ഞാതെ ഇപ്പൊ ഓൾറെഡി കട്ടിങ് വന്നിട്ടുണ്ടാവും. ആണോ? അത് കട്ട് ചെയ്ത് കൊണ്ടുപോയി. ഇത് ഞാൻ കാണിച്ചത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ KVA ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12 പ്ലേയേഴ്സും TGA ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 12 പ്ലേയേഴ്സുമാണ്. പക്ഷേ ജോസൂട്ടി അൺഫോർച്ചുനേറ്റ്ലി മുതു സ്പ്രേ ഡെഡായിപ്പോയി. സ്വന്തം ടീമിൻ്റെ വീഡിയോത്തിൽ ജോസൂട്ടി അങ്ങനെ ഡെഡായിരിക്കുകയാണ്. വണ്ടി പോകഞ്ഞു. നമുക്ക് ഇവിടുത്തെ വീഡിയോ ഓഫാക്കി ഇടണേ സെർവറിൽ. വീഡിയോ റിവൈവ് അല്ലേ? അപ്പൊ പുതിയതായി വന്ന ലോക്കറിന്റെ വാടക ഒന്ന് കുറയ്ക്കുവോ? കൂടുതലാ? ഒരു മാസത്തിലാണോ വാടക വരുന്നത്? സോൺ ഷിഫ്റ്റ്. ഓ മൈ ഗാഡ്, പുതിയൊരു സോണ് ആണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. കഴിഞ്ഞ തവണ TGA കളിച്ച അതേ ഒരു ഏരിയകളിലോട്ടാണ് ഈ തവണയും സോൺ ഷിഫ്റ്റ് ആയിരിക്കുന്നത്. സോ TGAക്ക് നല്ല ഒരു സ്പോട്ട് തന്നെ അവർക്ക് കിട്ടുന്നതാണ്. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. TGA ഓൾറെഡി KVAക്ക് അറിയാം TGA എങ്ങോട്ടൊക്കെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. സോ TGA എന്താണ് ചെയ്യാൻ പോകുന്നത്? KVA കഴിഞ്ഞ അതേ പ്ലാൻ തന്നെ, കഴിഞ്ഞ ടർഫിൽ അതേ പ്ലാൻ TGA എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ KVA അത് ഓൾറെഡി അവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ കൗണ്ടർ ചെയ്യാൻ ഉള്ള ചാൻസ് വളരെ അധികമാണ്. സോ എന്താണ് TGA ഈ തവണ പുതിയതായി ചെയ്യാൻ പോകുന്നത്? അവർക്ക് അവരുടെ IGL അല്ലെങ്കിൽ നയിക്കുന്ന ജോസൂട്ടിൻ്റെ മിസൈൽ അൾട്രോൺ. ഓക്കെ, അവരുടെ അതേ പഴയ സ്ട്രാറ്റജി, പഴയ ഇതിൽ തന്നെയാണ് അവർ ഇപ്പോഴും കളിക്കുന്നത്. അവരെല്ലാവരും ഈ ഒരു ബിൽഡിങ്സിലോട്ട് കയറിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ തവണ കളിച്ചതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നും ഒരു അഗ്രസീവ് പുഷ് തന്നെയാണ് അവർ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അഖിൽ ജോഡ് അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിലോട്ട് അവർ കയറിയിട്ടുണ്ട്. ബാക്ക് സ്റ്റാബ് വരാതിരിക്കാൻ വേണ്ടി ഊക്കർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓ, ഇവിടുന്ന് നല്ലൊരു സ്പ്രേ ഊക്കറിന്റെ വണ്ടിക്ക്. TGA ഈ ഒരു ബിൽഡിങ്സ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്താണ് TGA ചെയ്യാൻ പോകുന്നത്? TGA ഇപ്പോഴും ഈ ഒരു ബിൽഡിങ്ങിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ പ്ലെയേഴ്സും ഈ ഒരു ബിൽഡിങ്ങിലാണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഓക്കെ, അവരിവിടുത്തെ അൾട്രോണ് ഹാർഡ് പുഷാണ്. അൾട്രോണ്, സ്പൈഡി ജോർഡ്, ലെഗസി എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ലെഗസിക്ക് സ്പൈഡി ജോർഡിനും അവിടെ സേവിയർ സ്പൈഡി ജോർഡിനെ പിക്ക് ചെയ്തു. കൊച്ചു കുഞ്ഞ് ലെഗസിനെ പിക്ക് ചെയ്തു. അൾട്രോണിന് നല്ല ടാഗ് ചെയ്തിട്ടുണ്ട്. കേവലം 2 പ്ലേയേഴ്സ് ഡൗൺ ആണ്. അൾട്രോൺ ഡൗൺ. 3 പിക്കാണ് TGA തിരിച്ചെടുത്തിരിക്കുന്നത്. ഒരു ഹാർഡ് റഷാണ് അവിടെ നടന്നത്. KVAയുടെ 3 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. അത് ഒരു വല്ലാത്തൊരു പ്ലേ ആയി പോയി KVAയുടെ സൈഡിൽ നിന്ന്.
KVയുടെ 3 പ്ലേയേഴ്സിനെ TGA പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് KVക്ക് ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. KVയുടെ 9 പേര് മാത്രമേ സോണിൻ്റെ അകത്തുള്ളൂ. അവരുടെ 12 പേരിൽ 3 പേര് ഡെഡ് ആയിരിക്കുകയാണ്. TGയുടെ 10 പ്ലേയേഴ്സ് സോണിൻ്റെ അകത്തുണ്ട്. ഓരോ 5 സെക്കൻഡും അവർക്ക് ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് KVക്ക്. സോ KV എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ട് വരും എന്നുള്ളതിൽ കളി ഇരിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ അതിനുള്ളിൽ ബ്രോക്കൺ നല്ലൊരു ടാഗ്, ബ്രോക്കൺ തിരിച്ച് അകത്തോട്ട് കയറി. എന്താണ് ചെയ്യാൻ പോകുന്നത്? ടീച്ചർ 2 പ്ലേസ് ഈ ഒരു ബിൽഡിംഗ് ഹോൾഡ് ചെയ്യാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും വീണ്ടും ഈ ഒരു ഏരിയയിലാണ്. കറന്റ് KVയുടെ ഉത്തരവാദിത്തമാണ് ഇത് പുഷ് ചെയ്യണമെന്നുള്ളത്. Bro, even Jockey Giri came back just to help the gang, even when he came before a epic goal. All just to help the gang and make it survive. യെസ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഴാം, കൊമ്പൻ, അതേപോലെ തന്നെ TGയുടെ ബാക്കി പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സോൺ വരുമ്പോൾ മാറാം. അടുത്തൊരു സോണിന് വേണ്ടിയിട്ടാണ് അവർ ഹോൾഡ് ചെയ്തത്. KVയുടെ ഓരോ ഇൻഫ്ലുവൻസ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവിടെ ഒരു ഹാർഡ് റഷ് TGയുടെ സൈഡിൽ നിന്ന് വന്ന സമയത്ത് KVക്ക് ഒരു ട്രേഡ് എടുക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വലിയ ഒരു ഇതായി പോയത്. അവർക്ക് ആ ഒരു ട്രേഡ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി അവർക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റിയേനെ. KV സ്റ്റേജാണ് ടർഫ്. TVL എന്തോ ലാക്കിയുടെ അണ്ണം നോക്കും. യെസ്, എന്താണ് ചെയ്യാൻ പോകുന്നത്? TJ കൊച്ചുകുഞ്ഞ് അതോ കാർപ്പറ്റ് ഇട്ടേക്കുന്നവനെ ഞങ്ങളൊന്ന് പീക്ക് ചെയ്യും. ആ ടൈമിൽ മറ്റോമാരെ തല വെക്കുമ്പോൾ ഇവന്മാർ അടിച്ചോളെ. എനിക്കൊന്ന് റാവുമോറാന്ന് തോന്നുന്നു അവരുടെ IGL. നമുക്ക് കളി കണ്ടു നോക്കാം. ഒരുപാട് തരുന്നതിൻ്റെ അവരുടെ സ്ട്രാറ്റജീസ് വെളിയിൽ പോകണ്ട. കിക്കിൽ ഒന്നാമതേ ഡിലേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആംഗിൾ ഹോൾഡ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവേണ്ട. അതെ ബ്രോ, ഇപ്പോൾ ഈ ടർഫ് ആരാണ് റീഡിങ്? എനിക്ക് നെറ്റ് ഇഷ്ടമാണ്. 3 പ്ലേയേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് KVക്ക്. അതേപോലെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ TGയാണ് ഇപ്പോൾ കറന്റ് അവരുടെ ഒരു പ്ലെയർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് അവർക്ക് 11 എലൈവ് ഉണ്ട്, KVക്ക് 9 എലൈവേ ഉള്ളൂ. തിരിച്ച് ഒരു പ്ലെയർ നഷ്ടപ്പെട്ടപ്പോഴും അതും സ്വന്തമായിട്ടാണ് നഷ്ടപ്പെട്ടത് കേട്ടോ. സ്വന്തം പ്ലെയറിൻ്റെ വീഡിയം വഴിയാണ് TGക്ക് ഒരു പ്ലെയർ നഷ്ടപ്പെട്ടത്. എന്നിട്ടും ഒരു അഗ്രസീവ് പുഷിൽ നിന്ന് 3 പിക്ക് TGക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരുന്നതെന്നിരിക്കും ഈ ഒരു കളിയുടെ ഗതി. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിറ്റ്മാൻ, മൈക്കി, തലപതി, അതേപോലെ തന്നെ മൊയ്തീൻ, ഇക്രു എല്ലാവരും ഇവിടെ. ടർഫ് തുടങ്ങിയ സമയത്ത് ഇവന്മാർ എവിടെ ആയിരുന്നു? അപ്പം വന്നില്ലായിരുന്നു. അപ്പം ഓക്കെ, അവരെല്ലാവരും അവിടുന്ന് ഒരു ഫോൾ ബാക്ക് ഹാർഡ് റഷനാണുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. അടുത്തൊരു സോൺ ഷിഫ്റ്റാണ് അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടാണ് വരാൻ പോകുന്നത്? TGക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുമോ അതോ KVക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അടുത്തൊരു സോൺ ഷിഫ്റ്റ് എവിടെ വരും, എങ്ങനെ വരും? ഊക്കറിൻ്റെ വക ഒരു ചെക്കിങ്. അവിടെ വണ്ടി കണ്ട് റിട്ടേൺ ആയിട്ടുണ്ട്. പഴയ IGL ഉണ്ടായിരുന്നുണ്ടോ പാപ്പാന്നോ? ഒരു 100 kg 1 CR per month = 1 month 28 days only. ഓക്കെ, കൊമ്പാൻ ഇവിടുന്ന് നല്ലൊരു സ്പ്രേ KVയുടെ വണ്ടീനെ. KVയുടെ എല്ലാവരും കൂടെ ഈ ഒരു ഏരിയയിലോട്ട് വന്ന് അവർ ഇറങ്ങിയിട്ടുണ്ട്. അവർ സോണിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. ഓക്കെ, KV, ഇക്രു ആൻഡ് മൊയ്തീൻ കോയ ഇപ്പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരെ ഇവിടുന്ന് TGയെ പുഷ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു വല്ലാത്തൊരു റോങ് മൂവ് ആയതെന്ന് ഡൗട്ടുണ്ട് എനിക്ക്. അഖിൽ ജോഡ് KV ഇക്രുവിനെ പിക്ക് ഓഫ് ചെയ്തു. അഖിൽ ജോഡ് KVയെ വിടാം ലിറ്റിൽ ഫ്രെഡിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലെക്സർ TJ ബ്രോക്കറെ പിക്ക് ചെയ്തിട്ടുണ്ട്.
കൊച്ചു കുഞ്ഞ് ഫ്ലെക്സറിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സോൺ ഔട്ട് ഫയറിങ് ഒഴിവാക്കണേ. വിഴാൻ മേളിൽ നിന്ന് ഫയർ ചെയ്തിട്ട് അവരാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. അടി വരുന്നത് അവരെല്ലാം സോണിന്റെ അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഹിറ്റ്മാൻ ആൻഡ് ബ്രോക്കൺ. ഹിറ്റ്മാൻ തറയിലോട്ട് വീണു, വീഴാം അകത്തോട്ട് വീണു. മൈക്കി വെളിയിൽ കൂടെ ഓടിക്കളിക്കുന്നു. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നേ? അകത്തു ബാക്കിൽ നിന്നും TJ കയറി ഒരു ഹാർഡ് റഷ്. തലപതി എന്നെ പിക്ക് ഓഫ് ചെയ്തിരുന്നു. പക്ഷേ KVA അടുത്തൊരു സോണിന് വെയിറ്റ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഈ കളി അവർക്ക് കിട്ടേണ്ടതാണ്. ബട്ട് ആ ഒരു സോണിന് അവർ വെയിറ്റ് ചെയ്യാതെ ഈ ഒരു കളി മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി TJക്ക് കഴിഞ്ഞില്ല. 2 പേരെ ലൈവ് ഉണ്ടല്ലോ. സോണിൽ കാണിച്ചായിരുന്നു എനിക്ക്. അത് മറ്റേ ചത്തുപോയൊരു ആണോ? 0 അല്ലേ? യെസ്, ചത്തുപോയത് 0 ആണ്. ചത്തുപോയൊരു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ അപ്പം എൻ്റെ അടിച്ചേക്ക്. ചേംബർ ഹിൽസ് സ്റ്റോപ്പ് ബാർ. വേറെ ആരും ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല എല്ലാവരും പോയി. യെസ് ഗായ്സ്, അപ്പോൾ KVയുടെ കയ്യിൽ ഇരുന്ന ആ ഒരു കളി അവർ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സോണാണ് വന്നിരുന്നത്. TGA ആ ഒരു സോണിൻ്റെ അകത്തോട്ട് വരണമായിരുന്നു. ബട്ട് ആ ഒരു ഹാർഡ് റഷിൽ KVയ്ക്ക് മൊത്തത്തിൽ ആ ഒരു കളി TJക്ക് കൊടുത്തിരിക്കുകയാണ്. വെൽ പ്ലേഡ് ബോത്ത് ടീംസ്. 2 പേരും നല്ലപോലെ കളിച്ചു. TJയെ ആ ഒരു പുഷ് അവർ നല്ല രീതിയിൽ അത് കൗണ്ടർ ചെയ്ത് അവരും കളിച്ചിട്ടുണ്ട്. വെൽ പ്ലേഡ്. എൻ്റെ 3K പോയിന്റ്സ് പോയി. സോൺ ഔട്ട് ഫയർ ഉണ്ടോ? ദൈവത്തിന് അറിയാം ബ്രോ. ഞാൻ അവനെ മുമ്പിച്ചിട്ട് പോയി.